മരണാനന്തര അവയവദാനം നടത്തിയ കുടുംബങ്ങളെ ആരോഗ്യവകുപ്പ് ആദരിച്ചു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ അവയവങ്ങൾ സ്വീകരിച്ചവർ ദാതാക്കളെ ചേർത്ത് പിടിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ച ഈ ചടങ്ങ് വൈകാരിക തീവ്രമായ നിമിഷങ്ങൾ കൊണ്ട് സമ്പന്നമായി. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചടയമംഗലം സ്വദേശിയായ ധീരജിന്റെ അമ്മ ദീപയും ധീരജിന്റെ വൃക്കയിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ കാരേറ്റ് സ്വദേശിയുടെയും കണ്ടുമുട്ടൽ എല്ലാവരുടെയും കണ്ണ് നനയിച്ചു. അവയവദാനത്തിലൂടെ പുതുജീവൻ ലഭിച്ചവർ തങ്ങളുടെ ദാതാക്കളുടെ കുടുംബങ്ങളെ ചേർത്തു പിടിച്ചു. ചെറിയ സുഖമില്ലാതായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് പിന്നെ ഇക്ര ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടന്നു. ഒരു 5-6 ദിവസമായിരുന്നു. ഇനി വെന്റിലേറ്ററിൽ കിടന്നു. അതുകൊണ്ട് ഇനി രക്ഷയില്ലാന്ന് ഡോക്ടർ ഇത് മസ്തിഷ്ക മരണത്തിന് ഇതാണെന്ന് പറഞ്ഞപ്പം പെട്ടെന്നൊരു തീരുമാനം കൊടുത്ത് അങ്ങനെ 6 പേര് ജീവിച്ചിരിക്കുന്നു. അവർ നല്ല ജീവിച്ചിരിക്കുന്നു അറിയാൻ സന്തോഷമുണ്ട്. എനിക്ക് 2021 ആക്സിഡൻറ്റിൽ ചാലക്കുടി അപ്പോളേഷനുണ്ടായ ആക്സിഡൻറ്റിൽ കൈകൾ പോവുകയും അവിടെ വെച്ച് കഷ്ടപ്പെട്ട് അമൃത ഹോസ്പിറ്റലിൽ വന്ന് കൈ സാരംഗം എന്ന തിരുവനന്തപുരത്തുള്ള കൊച്ചിൻ്റെ കൈ സ്വീകരിക്കുകയും ചെയ്തു. 2007 ഡിസംബർ മുതൽ അവയവദാനം ചെയ്ത 122 വ്യക്തികളുടെ കുടുംബങ്ങളെയാണ് മന്ത്രി വീണ ജോർജ് മൊമന്റോയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചത്. ചടങ്ങുടനീളം വൈകാരിക നിമിഷങ്ങൾക്കും വേദിയായി. ഉറ്റവർ നഷ്ടപ്പെട്ടവരെ മന്ത്രി ആശ്വസിപ്പിച്ചു. മാറ്റിവെച്ചതുകൊണ്ട് എനിക്ക് ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എറണാകുളത്ത് വെച്ച് ഓൾ ഇന്ത്യ ട്രാൻസ്പ്ലാന്റ് ഗെയിംസിൽ മത്സരിക്കാൻ പറ്റി. അന്ന് ഇന്ത്യയെ റിപ്രസെൻറ്റ് ചെയ്ത ദിഗ്വിജയ് സിംഗ് എന്ന് പറയുന്ന ആ അത്ലറ്റിൻ്റെ കൂടെ സിൽവർ മെഡലാണ് എനിക്ക് പങ്കിടാൻ പറ്റിയത്. നിലവിലിപ്പം എന്താ വലിയൊരു സ്വപ്നം, ഞാൻ അന്ന് കണ്ട സ്വപ്നം, ഈ ഓഗസ്റ്റ് 15-ന് ഞാൻ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കുള്ള മരുന്നുകൾ സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ വഴി ലഭ്യമാക്കുമെന്ന് ചടങ്ങിൽ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചു. MG പ്രതീഷ്, 24 തിരുവനന്തപുരം.